നമസ്കാരം. PSC ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും PSC ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചരിത്രത്തിൽ നിന്ന് മുൻപ് ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. നമുക്കത് വിശദമായിട്ട് തന്നെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ ചരിത്രത്തിലെ കുറച്ചു പ്രധാനപ്പെട്ട യുദ്ധങ്ങളെക്കുറിച്ചാണ്. കുറച്ച് യുദ്ധങ്ങളും അത് നടന്ന വർഷങ്ങളും തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റായി കൊടുത്തിരിക്കുന്ന ജോഡി ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ചോദ്യം ഇതാണ്. 4 ഓപ്ഷനുകളുണ്ട്. തറൈൻ യുദ്ധം 1191, ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526, വാണ്ടിവാഷ് യുദ്ധം 1760, പിന്നെ ഹൽദിഘട്ട് യുദ്ധം 1581. ഇതിലേതോ ഒന്നിന്റെ വർഷം തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേതാണെന്ന് കണ്ടുപിടിച്ചാം. നമുക്ക് ഓരോ ഓപ്ഷനായിട്ടൊന്ന് പരിശോധിച്ചാലോ? ആദ്യത്തെ ഓപ്ഷൻ തറൈൻ യുദ്ധം 1191. ഇത് ശരിയാണോ? അതെ, ഒന്നാം തറൈൻ യുദ്ധം നടന്നത് 1191 തന്നെയാണ്. പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഘോറിയും തമ്മിലായിരുന്നു യുദ്ധം. അതിൽ പൃഥ്വിരാജ് ചൗഹാൻ ജയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ജോഡി കറക്റ്റാണ്. ഇനി അടുത്തത് നോക്കാം. ഒന്നാം പാനിപ്പത്ത് യുദ്ധം വർഷം 1526. ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഒരു വഴിത്തിരിവായ യുദ്ധമാണിത്. ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ നടന്ന ഈ യുദ്ധത്തോടെയാണ് ഇന്ത്യയിൽ മുഗൾ ഭരണം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഈ വർഷവും കൃത്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ വാണ്ടിവാഷ് യുദ്ധമാണ്, 1760. ഇതും ശരിയാണ്. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു ഈ യുദ്ധം. ഇതോടുകൂടി ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ശക്തിക്ക് ഒരവസാനമായി എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഈ ഓപ്ഷനും ശരിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഉത്തരം ഇതായിരിക്കുമല്ലോ. അവസാന ഓപ്ഷൻ ഹൽദിഘട്ട് യുദ്ധം. മേവാറിലെ മഹാറാണ പ്രതാപും അക്ബറിന്റെ മുഗൾ സൈന്യവും തമ്മിൽ നടന്ന ആ ചരിത്രപ്രസിദ്ധമായ യുദ്ധം നടന്നത് 1576 പക്ഷെ ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്നത് 1581. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഒന്നുകൂടി ഉറപ്പിക്കാം. ചോദ്യത്തിൽ തന്ന 1581 എന്ന വർഷം തെറ്റാണ്. ഹൽദിഘട്ട് യുദ്ധം നടന്ന ശരിയായ വർഷം 1576. അതുകൊണ്ട് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ശരി, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് നിങ്ങളുടെ ഓർമ്മശക്തിയും ചരിത്ര സംഭവങ്ങളെക്കുറിച്ചുള്ള അറിവും ഒരുപോലെ അളക്കുന്നൊരു ചോദ്യമാണ്. കുറച്ച് സംഭവങ്ങൾ തന്നിട്ടുണ്ട്. അത് നടന്ന ക്രമത്തിൽ നമ്മൾ ഓർഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് സംഭവങ്ങൾ? റൗലറ്റ് ആക്ട്, പൂന ഉടമ്പടി, ബംഗാൾ വിഭജനം, പിന്നെ ലക്നൗ ഉടമ്പടി. ഇതിലേതാണ് ആദ്യം നടന്നത്, ഏതാണ് ഏറ്റവും അവസാനം നടന്നത്? ആ ഒരു ഓർഡറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ ഓരോന്നിന്റെയും വർഷം അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം നടന്നത് ബംഗാൾ വിഭജനമാണ്, 1905 കഴ്സൺ പ്രഭുവിന്റെ കാലത്ത്. അത് കഴിഞ്ഞു വരുന്നത് 1916 ലക്നൗ ഉടമ്പടിയാണ്, കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിച്ച സംഭവം. പിന്നീട് 1919 കരിനിയമം എന്നറിയപ്പെട്ട റൗലറ്റ് ആക്ട് വന്നു. ഈ ലിസ്റ്റിൽ ഏറ്റവും ഒടുവിലായി വരുന്നത് 1932 പൂന ഉടമ്പടിയാണ്. ഗാന്ധിജിയും ഡോക്ടർ BR അംബേദ്കറും തമ്മിലായിരുന്നു ഈ കരാർ. ഈ പൂന ഉടമ്പടിയുടെ വർഷം 1932. ഓർത്തിരിക്കാൻ ഒരു ചെറിയ കോഡുണ്ട്. ഗാന്ധിജി 32 പല്ലും കാട്ടി ചിരിച്ചു എന്നോർത്താൽ മതി. ആ 32 എന്ന സംഖ്യയുണ്ടല്ലോ, അത് വർഷം ഓർക്കാൻ നിങ്ങളെ സഹായിക്കും. 1932. ഇത് പരീക്ഷയ്ക്ക് എന്തായാലും ഓർമ്മ വരും. അപ്പോൾ കറക്റ്റ് ഓർഡർ എങ്ങനെയാ വരുന്നത്? ആദ്യം ബംഗാൾ വിഭജനം, പിന്നെ ലക്നൗ ഉടമ്പടി, അത് കഴിഞ്ഞ് റൗലറ്റ് ആക്ട്, അവസാനം പൂന ഉടമ്പടി. ചോദ്യത്തിലെ നമ്പറുകൾ വെച്ച് നോക്കിയാൽ 3, 4, 1, 2 എന്ന് വരും. അതായത് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നമ്മളിപ്പോൾ 2 പ്രധാന ചോദ്യങ്ങളും അതിലെ ഓപ്ഷനുകളും വിശദമായി നോക്കി. ഇതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാൻ നമുക്കൊരു സംഗ്രഹം നോക്കാം. ഇത് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ ഒരുപാട് ഉപകാരപ്പെടും. ദാ നോക്കൂ, ഈ ടേബിളിൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത എല്ലാ യുദ്ധങ്ങളും സംഭവങ്ങളും അവയുടെ ശരിയായ വർഷങ്ങളും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ബംഗാൾ വിഭജനം 1905, ലക്നൗ ഉടമ്പടി 1916, പിന്നെ നമ്മൾ തിരുത്തിയ ഹൽദിഘട്ട് യുദ്ധം 1576. ഇങ്ങനെ എല്ലാം ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് കിട്ടും. വേണമെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ, ഉറപ്പായും ഉപകാരപ്പെടും. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും PSC ക്ലാസ് റൂം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെയുള്ള കൂടുതൽ പ്രധാനപ്പെട്ട വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.